അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ജിന്നിലെ ജിന്നുകൾ അവരുടെ നിലപാടുകൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവെ തോൽപ്പിച്ച് കടന്നുകളയാനൊന്നും സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് എന്നാണ് 12-ാമത്തെ സൂക്തത്തിൽ ജിന്നുകൾ വെളിപ്പെടുത്തിയത്. ഇനി 13-ാമത്തെ സൂക്തത്തിൽ അവരുടെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وأنا لما سمعنا الهدى آمنا به فمن يؤمن بربه فلا يخاف بخسا ولا رهقا. وأن നിശ്ചയം ഞങ്ങൾ ലമ്മാ സമിഅന ലമ്മ അപ്പോൾ സമിഅന ഞങ്ങൾ കേട്ടു ലമ്മ സമിഅന ഞങ്ങൾ കേട്ടപ്പോൾ അൽ ഹുദ ഈ സന്മാർഗം ഈ സത്യമാർഗത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ ആമന്ന ബി ഞങ്ങൾ അത് വിശ്വസിച്ചു, പൂർണ്ണമായും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഫമൻ യുഅ്മിൻ ബിറബ്ബിഹി ഫമൻ അതിനാൽ ആര് യുഅ്മിൻ വിശ്വസിക്കുന്നുവോ ബിറബ്ബിഹി തൻ്റെ നാഥനിൽ ഫലാ യഖാഫു അയാൾക്ക് ഭയക്കാൻ ഒന്നുമില്ല, ബഹ്സൻ അയാൾക്ക് അവകാശ നഷ്ടത്തെക്കുറിച്ച് ഭയപ്പെടാനില്ല, വലാ റഹഖ യാതൊരുവിധ അനീതിയും ഭയപ്പെടേണ്ടതില്ല. ഒന്നുകൂടി ജിന്നുകൾ ഉറപ്പിച്ചു പറയാണ്. വഅന്ന ലമ്മ സമിഅനൽ ഹുദ ആമന്നാ ബി ഈ സന്മാർഗത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങൾ കേട്ടു. ആ കേട്ടത് സത്യമെന്ന് ബോധ്യമായപ്പോൾ, ഇതാണ് സന്മാർഗമെന്നറിഞ്ഞപ്പോൾ ആമന്നാ ബി ഒട്ടും സംശയിക്കാതെ ഞങ്ങളതിൽ വിശ്വസിച്ചു. നേരത്തെ 2-ാമത്തെ സൂക്തത്തിൽ വന്നില്ലേ, യഹ്ദി ഇലർ റുഷ്ദി ഫആമന്നാ ബി ഈ ഖുർആൻ ഞങ്ങൾ കേട്ടത് അത് സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. ഫആമന്നാ ബി അപ്പം ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. അതേ ആശയം തന്നെയാണ് ഇവിടെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കാം. അഥവാ നിങ്ങൾ മനുഷ്യന്മാരെ പോലെയല്ല. മനുഷ്യൻ ഒരുപാട് ആലോചിച്ച് അതിൽ നിന്ന് എങ്ങനെ വഴുതിക്കളയാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മക്കയിലെ മനുഷ്യർ അല്ലേ. പ്രവാചകനെ തള്ളിപ്പറയുന്നു, വേദവാക്യങ്ങളെ തള്ളിപ്പറയുന്നു, പരലോകത്തെ തള്ളിപ്പറയുന്നു. പക്ഷേ ഞങ്ങൾ ഇത് ബോധ്യപ്പെട്ടപ്പോൾ ഉടനെ വിശ്വസിച്ച ആളുകളാണ് എന്ന് പറയാൻ. അങ്ങനെ വിശ്വസിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ഫമൻ യുഅ്മിൻ ബിറബ്ബി ആർ തൻ്റെ നാഥനിൽ വിശ്വാസമർപ്പിക്കുന്നുവോ ഫലാ യഖാഫു ബഖ്സം വലാ റഹഖ അവൻ അവകാശനഷ്ടമോ അനീതിയോ അശേഷം ഭയപ്പെടേണ്ടി വരില്ല. ബഹസ എന്ന വാക്കിന് വിലയിൽ കുറവ് വരുത്തി എന്നാണ് അർത്ഥം. നമ്മളൊരു സാധനം വിൽക്കാൻ ചെന്നപ്പോൾ കച്ചവടക്കാരൻ വിലയിൽ കുറവ് വരുത്തിയിട്ടുള്ള ഒരു തുക നമുക്ക് നൽകുന്നു. സമൻ ബഹ്സ് അർഹിക്കുന്നതിലും കുറഞ്ഞ വില എന്നാണ് അർത്ഥം. യൂസുഫ് അലൈഹിസ്സലാമിനെ ആ വ്യാപാരികൾ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ ഖുർആൻ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്. വളരെ തുച്ഛമായ ദിർഹമുകൾക്കാണ് വിൽപ്പന നടത്തിയത്. ശരിക്കും അതാണ് അവകാശ നഷ്ടം എന്ന് പറയുന്നത്. വിലയിൽ കുറവ് വരുത്തിയിട്ട് അർഹിക്കുന്നതിലും കുറഞ്ഞ വില നൽകുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. റഹിഖ എന്ന് പറയുമ്പോൾ അതിക്രമം ചെയ്തു, അന്യായം ചെയ്തു എന്നുള്ള ആശയമാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ അനീതിയാണ് റഹഖ്, പ്രതിഫലം നൽകാതിരിക്കുക, തിന്മകൾക്ക് അത് അർഹിക്കുന്നതിലധികം ശിക്ഷ നൽകുക, കുറ്റമൊന്നും ചെയ്യാതെ തന്നെ ശിക്ഷിക്കുക,
ഇതൊക്കെയാണല്ലോ അനീതി. ഇത്തരത്തിലൊന്നും സത്യവിശ്വാസികൾ അള്ളാഹുവെക്കുറിച്ച് ഭയപ്പെടേണ്ടി വരില്ല. സൽക്കർമ്മങ്ങൾക്ക് അർഹിക്കുന്നതിലും കുറഞ്ഞ പ്രതിഫലം നൽകലും ബഹ്സിലാണ് വരുന്നത്. ഈ നിലയ്ക്കുള്ള യാതൊരു ഭയപ്പാടും ഉണ്ടാവേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു ഭാഷയിൽ എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ശൈലിയുടെ മറ്റൊരു തലമാണിത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, എല്ലാം നേടുവാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സൂക്തം ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഒടുവിൽ ജിന്നുകൾ തങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ സ്വയം നിലപാടെടുക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളും. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നല്ല തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ എന്നുകൂടി ജിന്നുകൾ 14-15 സൂക്തങ്ങളിൽ ചേർത്ത് പറയുന്നുണ്ട്. 14-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. وَأَنَّا مِنَّا الْمُسْلِمُونَ وَمِنَّا الْقَاسِطُونَ فَمَنْ أَسْلَمَ فَأُولَئِكَ تَحَرَّوْا رَشَدًا وَأَنَّا مِنَّا الْمُسْلِمُونَ وَأَنَّا നിശ്ചയം ഞങ്ങൾ, മിന്ന ഞങ്ങളിൽ ഉണ്ട്, അൽ മുസ്ലിമൂൻ ദൈവത്തിന് സമർപ്പിതരായിട്ടുള്ള ആളുകൾ അഥവാ ഇസ്ലാം സ്വീകരിച്ചവർ ഞങ്ങളിൽ ഉണ്ട്. ഫമൻ അസ്ലമ അങ്ങനെ ആർ സ്വന്തത്തെ സമർപ്പിച്ചുവോ, ഫ ഉലായിക്ക അത്തരക്കാർ, തഹറൗ റഷദ തഹറൗ അവർ അവലംബിച്ചിരിക്കുന്നു, റഷദൻ വിജയമാർഗം, ആ സന്മാർഗം അവർ അവലംബിച്ചിരിക്കുന്നു എന്ന് പറയണം. വ അന്ന മിന്നൽ മുസ്ലിമൂൻ ഞങ്ങളിൽ ചിലർ മുസ്ലിംകളാണ് അഥവാ അള്ളാഹുവിന് സമർപ്പിച്ചവരാണ്. വമിന്നൽ ഖാസിത്തൂൻ ഞങ്ങളിൽ ചിലർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളുമാണ്. ഫമൻ അസ്ലമ ഫ ഉലായിക തഹറൗ റഷദ എന്നാൽ ഇസ്ലാം സ്വീകരിച്ചവർ, ദൈവമാർഗത്തിൽ സമർപ്പിച്ച ആളുകൾ വിജയമാർഗത്തെ അവലംബിച്ചവരാണ്. തഹറ യതഹറ പ്രാപിച്ചു, ഗൗനിച്ചു അല്ലെങ്കിൽ അവലംബിച്ചു എന്നൊക്കെയാണ് ആശയം. റഷദ് ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്, നേർവഴി എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ആയത്തിൽ 2 തരക്കാരെ കുറിച്ച് പറഞ്ഞു. വ അന്ന മിന്നൽ മുസ്ലിമൂൻ ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, വ മിന്നൽ ഖാസിത്തൂൻ സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചവരും ഉണ്ട് എന്ന് പറയാണ്. ഖസത്ത യഖ്സിത്തു നീതി പാലിച്ചു എന്നാണ് ഒരർത്ഥം. ഖിസ്ത് നീതി എന്നാണല്ലോ. എന്നാൽ ഇതേ ക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ക്രിയാധാതു ഖസ്ത് എന്നാകുമ്പോൾ വ്യതിചലനം എന്ന ആശയം വരുന്നു. ഇവിടെ അതാണ് ഉദ്ദേശിച്ചത്. ഖുർആനിൽ മറ്റു പലയിടങ്ങളിലും ഖിസ്ത് വരുന്നുണ്ട്, നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യതിചലനം എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആ സന്മാർഗത്തെ, സത്യത്തെ സ്വീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് നന്മയെ പ്രാപിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മെ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജിന്നുകൾ അവരുടെ സമൂഹത്തിൽ പോയിട്ട് സംസാരിക്കുന്ന ഈ വാക്കുകൾ ഇപ്പോൾ മനുഷ്യരായ നമ്മളാണ് ഖുർആനിലൂടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ഖുർആൻ ക്ലാസിൻ്റെ സദസ്സിൽ തന്നെയും ഒരുപക്ഷെ ജിന്നുകൾ ഈ സൂക്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവണം, അല്ലേ? അങ്ങനെയാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് നമുക്ക് കൂടി ഉള്ളതാണ് ഈ മഹത്തായ അധ്യാപനങ്ങൾ. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് സത്യവിശ്വാസം സ്വീകരിക്കാം, ദൈവമാർഗത്തിൽ സമർപ്പിതരാകാം. അതേ സമയത്ത് വ്യതിചലിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ജിന്നുകൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. എന്താണ്? ദൈവമാർഗത്തിൽ ഒരാൾ സ്വയം സമർപ്പിതനായാൽ ഫ ഉലായിക തഹറൗ റഷദ അങ്ങനെയുള്ളവർ സന്മാർഗത്തെയാണ് അവലംബിക്കുന്നത്, അവരാണ് വിജയിക്കാൻ പോകുന്നവർ. അവരുടെ ആ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പ് തീർച്ചയായും വളരെ ബുദ്ധിപൂർവകമാണ് എന്നാണ് ജിന്നുകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന
വലിയൊരാശയം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമാക്കാതെ അത് എല്ലാ നിലയിലും അവന് മാത്രം സമർപ്പിക്കുന്ന, വിധേയപ്പെടുന്ന, നന്ദിബോധത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്ന സ്വാതന്ത്ര്യമാക്കി മാറ്റാൻ നമുക്കെല്ലാം അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.